Okay, take page 174. Importance of water for sustaining life. We know that water is very important for our life. We studied that and we are sure that we can live without food for few days. And but we cannot live without water for 2-3 days and all. നമുക്ക് ഭക്ഷണം ഇല്ല എങ്കിൽ നമുക്ക് 2-3-4-5 ദിവസമൊക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെ ടയേർഡ് ഒക്കെ ഉണ്ടാകും എങ്കിൽ പോലും വി ക്യാൻ സർവൈവ്. പക്ഷേ വെള്ളമില്ലെങ്കിൽ 2-3-4-5 ദിവസം നമ്മൾ വെള്ളം കുടിക്കാതിരുന്നാലോ dehydration will take place and we may die, isn't it? Okay, so water is very essential for our life. A person can live without food for several weeks, but without water life cannot last for 2-3 days. നമുക്കറിയാം ഭക്ഷണം കഴിച്ചില്ലേലും ഒരു 4-5 അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ ചിലപ്പം ജീവിച്ചെന്ന് വരും. എന്നുവെച്ചാൽ ടയേർഡ് തന്നെയായിരിക്കും, but may survive, ജീവിക്കും. പക്ഷേ we cannot live without water for 2-3 days. The bodies of all plants and animals have large amounts of water. In human beings body, animals body and plants body is containing a lot of water. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെയും ആനിമൽസിന്റെയും ബേർഡ്സിന്റെയും അതുപോലെ ഈവൻ പ്ലാന്റ്സ് മീൻസ് ഓൾ ലിവിങ് തിങ്സ് ബോഡീസ് ആർ കണ്ടെയ്നിങ് എ ലോട്ട് ഓഫ് വാട്ടർ. നമ്മുടെ മനുഷ്യരുടെ ശരീരത്തിൽ വെള്ളമുണ്ട്, ഉണ്ടോ? Do we? Why everyone has off the video? Shanifa, please on your video. Shanif, please on the video. Wait a minute. Hello, Miss. Yes. And display time വളരെ കുറവായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഓഫ് ആയി പോകുന്നുണ്ട്. Okay. Shanifine. അവിടെ ഇടയ്ക്കുന്ന വീഡിയോ ഫോം. Okay. ഷാനിഫിന്റെ വീഡിയോ ഓഡിയോ എല്ലാം ഓഫ് ആണ്. വസുദേവിന് പിന്നെ വീഡിയോ പ്രോബ്ലം ഉള്ളതാണ്. Joel, good morning. Okay. Is there water in our body? Is there water in our body? Yes. In our body, there is a lot of water. Wait a second. Shani? എന്റെ വീഡിയോ എല്ലാം ഓഫ് ആക്കി വെച്ചേക്കുന്നേ. കുഞ്ഞിനെ നോക്കാൻ വേണ്ടിട്ടോ? അപ്പൊ ക്ലാസ്സിലല്ലേ നീ? എന്തോ മോനെ ഷാനിഫ് ആൻസർ പറ, എനിക്ക് മനസ്സിലായില്ല എന്തെന്ന്. പറഞ്ഞോ. ഈ ക്ലാസ് ടൈമിലാണ് മോൻ കുഞ്ഞിനെ നോക്കുന്നത്. ആ എന്താ മോനെ ഏട്ടൻ ഉറങ്ങുവാണ് എന്നും പറഞ്ഞ് മോന് ക്ലാസ്സിൽ വീഡിയോ ഓണാല് ഇത് കയറിയിട്ട് കുഞ്ഞിനെ നോക്കിയിരിക്കുകയാണോ? മോനെ കുഞ്ഞിനെ ചേട്ടന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ക്ലാസ്സിൽ കയറിക്കേ. ആ ബെസ്റ്റ് ഐഡിയ. ഇതൊക്കെയാണ് നിങ്ങളുടെ കയ്യിലിരിപ്പല്ലേ? ശരി. എന്തുവാ എന്റെ ചക്കരേ ഷാനിഫൂട്ടാ? മമ്മി ഇല്ലേ വീട്ടില്? ഉണ്ടോ? ആ ക്ലാസ്സിന്റെ സമയത്ത് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ വീഡിയോ ഓൺ ആക്കി കാണുന്നില്ല, നീ എന്ത് ചെയ്യുവാന്ന് എനിക്ക് അറിയുന്നില്ലല്ലോ. ഓക്കെ ശരി. സോ നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെയും അനിമൽസ്, ബേർഡ്സ് ആൻഡ് പ്ലാന്റ്സ്, എവറി വൺസ് ബോഡി ഈസ് containing a lot of water. And
പ്ലാന്റിന്റെ ബോഡിയിൽ വെള്ളം ഉണ്ടോ? Human beings is already you said okay. But is there water in the body of plants? Yes, surely there will be. And see, several life processes in human beings and animals such as digestion of food, absorption of nutrients by the body, distribution of nutrients into various parts of the body, or getting rid of body waste need the presence of water. In our body, we know that many procedures are going on, isn't it? So many procedures are going on day by day in our body, and not only day by day, minute by minute, second by second. So many procedures are going on in our body. Almost all these procedures are accompanied with the water. Means we know digestive system, breathing system, then distribution of nutrients to the body, whole body. ഇങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കും. നമുക്ക് പെട്ടെന്നൊന്ന് നെറ്റ് പോയതാണേ. നെറ്റ് ചെറുതായിട്ട് നെറ്റ് പോയതാ. വന്നു ഓക്കെ, കുഴപ്പമില്ല. അത് ഇടയ്ക്ക് എന്തോ ശരി ഇല്ല മൊത്തത്തിലൊന്ന് പോയി. ഓക്കെ ശരി. അപ്പൊ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രൊസീജിയേഴ്സും നടക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ടർ. നമുക്കറിയാം, ഡൈജഷൻ നടക്കണമെങ്കിൽ വെള്ളം വേണം, നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കണമെങ്കിൽ വേണം, പിന്നെ നമ്മുടെ റെസ്പിറേറ്ററി അതായത് നമ്മുടെ ബ്രീത്തിങ് എല്ലാം നടക്കണമെങ്കിൽ വെള്ളത്തിന്റെ ഇത് വേണം, പ്രസൻസ് വേണം. ഇങ്ങനെ പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള ബോഡി വേസ്റ്റ് റിമൂവ് ചെയ്യുന്ന സ്വെറ്റിങ്സ് ആൻഡ് ഓൾ, അതുപോലെ തന്നെ മറ്റ് എക്സ്ക്രിയേറ്ററി സിസ്റ്റം ആൻഡ് ഓൾ, അങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ് എല്ലാം റിമൂവ് ചെയ്യുന്ന സിസ്റ്റം, ഇതിനെല്ലാം നമുക്ക് എന്താവശ്യമാണ്? Water is necessary. Can you hear, Adra?